നമസ്കാരം ഫ്രണ്ട്സ്, വിയന്ന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതെ, നമ്മുടെ നാട്ടിലെ അങ്കണവാടിയിലാണ്. കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയൊക്കെ തകർപ്പൻ ഓണാഘോഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ വിയന്ന മോൾ പഠിക്കുന്ന അങ്കണവാടിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെയാണ് നമ്മളിന്ന് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നമ്മുടെ അങ്കണവാടിയൊക്കെ രാവിലെ തന്നെ പൂക്കളാൽ സമൃദ്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളമൊക്കെ ഓണ ഡ്രസ്സൊക്കെ ഇട്ട് പാവാടയും ബ്ലൗസും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നമ്മുടെ പിള്ളേരൊക്കെ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഓണാഘോഷം അവർ വളരെയധികം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ ഓരോ കളികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വട്ടം വട്ട നാരങ്ങയും അതുപോലെ തന്നെ ഒരുമീൻ പോയെന്നുള്ള കളികളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും ഈ അത്തവും അതുപോലെ തന്നെ അവർ അംഗൻവാടിയാണ്. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ടൊരു ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ കുഞ്ഞുമക്കളും, അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവർ അത്തപ്പൂവും അതുപോലെ തന്നെ ഓണസദ്യയും കസേരകളിയും പിന്നെ എന്താ മുട്ടായി പെറുക്കലും ഒക്കെ ഉണ്ട്. അവർക്കൊരു അടിപൊളി പ്രോഗ്രാമാണ് ഇവിടെ അവരുടെ ടീച്ചേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ ഇതാ അവിടെ തിരുവാതിരകളെയാണ്. ആദ്യമേ അവരൊന്ന് റെഡി ആവുകയാണ്, നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഒന്ന് റെഡി ആക്കുവാണ് തിരുവാതിര കളിക്കാൻ. അപ്പോൾ നമ്മുടെ അങ്കണവാടിയിൽ ഓണാഘോഷം തകർത്ത് മുന്നേറുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയുടെ തന്നെ ഏറ്റവും ക്യൂട്ടായ ഐറ്റമാണ് നമ്മുടെ ഈ കുട്ടിപ്പട്ടാളത്തിന് തിരുവാതിര കളി. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ചുവടുകളുമായിട്ട് നമ്മുടെ അങ്കണവാടിയിലെ സുന്ദരി കുട്ടികൾ റെഡിയായി നിൽക്കുന്നതും, അപ്പം അവർ ആ മനോഹരമായ കുഞ്ഞു കുഞ്ഞു നൃത്ത ചുവടുകൾ, അതായത് തിരുവാതിരകളുടെ സ്റ്റെപ്പ് വെക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് ഭംഗിയാലും എന്ത് ക്യൂട്ടാണല്ലേ. അറ്റ്ലീസ്റ്റ് അവരതിനുള്ള എന്താ പറയുക, തിരുവാതിരയൊന്നും അവർക്ക് അറിയത്തുമില്ല, അവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു പേടിയോ നാണോ ഒന്നുമില്ല. അവരുടെ ടീച്ചർമാർ ചെയ്യുന്നത് പോലെ തന്നെ അവരും കളിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയാനുള്ള ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണ്. അവർ രണ്ടുപേരും, നമ്മുടെ സ്വപ്ന ടീച്ചറും സിനി ടീച്ചറും, അവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് കുഞ്ഞുമക്കളെ, അവരെ കളിക്കാനും അവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിന്ന് അതുപോലെ തിരുവാതിര കളിക്കാനും ഒക്കെ അവർക്ക് ഇത്രയും സപ്പോർട്ടായതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ അവിടെ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് രസമാണ് കുഞ്ഞുമക്കളുടെ അവർക്കിതൊക്കെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ കൂടി അവർക്കിതൊക്കെ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഓരോ രീതികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ആ പെർഫെക്ഷൻ അല്ല, അവരുടെ എഫേർട്ടും അവരുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒക്കെയാണ് എനിക്കിവിടെ കൂടുതൽ എടുത്തു പറയാൻ തോന്നിയൊരു പോയിൻ്റ്. അതുപോലെ തന്നെ അടുത്തത് അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ് നടക്കുന്നത് ടീച്ചേഴ്സിനെ കുട്ടികളുടെയൊക്കെ. അത് ഇത്തിരി പാടുപെട്ടൊരു പണിയായിരുന്നു അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുക എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, കുഞ്ഞു പിള്ളേരാണ്, ഒരാൾ നിൽക്കുമ്പോൾ അടുത്ത ആളോടും അങ്ങനെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി. അതുപോലെ തന്നെ അവരടുത്തൊരു സെഷനിലോട്ട് കടന്നിരിക്കുന്നത് കസേരകളെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്നതാണ് കസേരകളി ഒന്നും ഇല്ലാതെ ഓരോ ഓണാഘോഷവും ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നെങ്കിലും അത് അവരുടേതായ ഒരു ക്യൂട്ട് രീതിയാണ്. അപ്പോൾ നമുക്കതിലൊരു തെറ്റുകുറ്റം കാണാൻ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൂടെ തിരിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാല്യകാല ഓർമ്മകളിലേക്കൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അവിടെ കസേരകളെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏവ്ലിനാണ് അവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്, വിയന്നമ്മക്ക് സെക്കൻഡാണ്. അവിടുന്ന് അടുത്തത് നമ്മുടെ മിഠായി പെറുക്കലാണ്. മിഠായിക്ക് പകരം അവിടെ നമ്മുടെ ചെറുപയറാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ട് അതും കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം അവർക്കൊരു എൻജോയ്മെൻറ്റ്, അവരുടെ വക കുറച്ച് ഡാൻസും പാട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചറും കുട്ടികളും എല്ലാം ചേർന്ന് കുറച്ച് ഡാൻസും ആക്ടിവിറ്റീസൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓണസദ്യയില്ല അതെന്ത് ഓണാഘോഷമല്ലേ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവരും ചേർന്ന് ഇലയിലൊക്കെ ഓണസദ്യ കഴിക്കുകയാണ്. അവർക്ക് നമ്മൾ ഇതിനു മുന്നേ ഓണസദ്യയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അവർക്ക് അതൊന്നും ഓർമ്മയില്ല. പക്ഷേ ഇതൊക്കെ അവരുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഓണാഘോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലയിൽ കഴിക്കുക, അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടൊക്കെ കഴിക്കുക. അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടികളെല്ലാം ഇരുന്ന് ഓണസദ്യ കഴിക്കുകയാണ്. നമ്മുടെ പരിപ്പും പയറും സാമ്പാറും ഒക്കെ കൂട്ടി അതുപോലെ തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസിലോട്ട് കടന്നിരിക്കുകയാണ്. ഓണസദ്യയ്ക്ക് ശേഷം നമ്മുടെ എല്ലാ കുട്ടികളുടെയും ഓരോരോ സിംഗിൾ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഓരോരുത്തരും ഓരോ പാട്ടൊക്കെ പാടി
കുഞ്ഞുമക്കളെല്ലാം അവരുടേതായ രീതിയിൽ അവരുടേതായ ഇഷ്ടത്തിനാണ് പാട്ടുകളൊക്കെ പാടിയത്. അതിനുശേഷം എല്ലാ കുഞ്ഞുമക്കൾക്കും ഓരോ പ്രൈസും ഉണ്ടായിരുന്നു. അതായത് ഓണത്തിൻ്റെ സമ്മാനം എല്ലാ കുഞ്ഞുമക്കൾക്കും വിതരണം ചെയ്തു. അതിനുശേഷം കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ആർപ്പോയിറോ, ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡാണ് ആർപ്പോയിറോ. അതൊക്കെ എല്ലാ കുട്ടികളെയും കൊണ്ട് പറയിച്ചു. അതുപോലെ തന്നെ ഹാപ്പി ഓണം, എല്ലാവരും ഒരുപോലെ ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞു. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് വലിയവർക്കും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയും കൂടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അമ്മമാരുടെ ഓരോ ഗ്രൂപ്പ് സോങ്ങും ഡാൻസ് പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തൊരു അടിപൊളി ഓണം സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ അംഗനവാടിയിൽ. അങ്ങനെ നമ്മൾ സമ്മാനമൊക്കെ വാങ്ങിച്ച് ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വിയന്ന മോളിലോട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതുവരെ ടാറ്റാ ബൈ ബൈ.